ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂണിവേഴ്സ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ നമ്മൾ വ്ളോഗൊക്കെ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ ഇനി സ്റ്റാർട്ട് ചെയ്യുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റു, ചായയൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാനുള്ളത് പാലപ്പമാണ് കേട്ടോ. പാലപ്പം ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ. ഇത് നമ്മൾ തലേദിവസത്തെ ചിക്കനായിരുന്നു, അപ്പോൾ അതിന് ഗ്രേവിയും കൂടെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച ശേഷം ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, പിന്നെ കുഞ്ഞിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കുവാണ്. അപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ. രാവിലെ ആണെങ്കിലും ഫുള്ള് നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് സൈഡിലൊന്ന് നിർത്തിയേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചേക്കുന്നത് കുലുക്കി സർബത്താണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇവിടുത്തെ കുലുക്കി സർബത്ത്. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ കയറി ജസ്റ്റ് ഒന്ന് വാങ്ങി. ഞാൻ വാങ്ങിയത് പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ്, ചേട്ടായി മാംഗോയും ആയിരുന്നു കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഞങ്ങളിതൊക്കെ കുടിച്ചു, സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കരച്ചിലും ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് കേക്കൊക്കെ കട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും മാളും സന്ദീപൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ തന്നെ നമുക്ക് ഫുഡ് നമ്മൾ കുറച്ച് പുറത്തുനിന്ന് വാങ്ങിക്കും, പിന്നെ നമ്മൾ വീട്ടിലുള്ളതും കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ബീഫാണ് വാങ്ങിച്ചത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വാങ്ങിക്കാം. പക്ഷേ ഞങ്ങളിവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്നും കൂടെ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ചേട്ടായിക്ക് ചെറുതായിട്ടുള്ള പീസസാണ് ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങളിത് ഫുള്ളായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇത് അത്യാവശ്യം നല്ല ബീഫ്. നമ്മളിത് കുക്കറിനകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അരപ്പ് കൂട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള സവോള അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ കൊച്ചുള്ളി, അതുപോലെ വെളുത്തുള്ളി, എല്ലാ ഐറ്റംസ് നമ്മൾ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡോടെ തന്നെ നമ്മൾ മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂരയാണ് വാങ്ങിച്ചത്, അതും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കുക്കറിലേക്ക് ബീഫ്, തേങ്ങാക്കൊത്ത്, അതിന് വേണ്ടിയുള്ള മസാലകൾ, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മൾ കുറച്ച് സവോള, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് പറ്റിച്ചെടുക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ബാക്കി അരപ്പെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ലെന്തി ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് അരപ്പെല്ലാം കൂട്ടിയതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മുടെ കറി. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സന്തൂരും ആളൂനൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് വേണ്ടതുള്ളൂ, ബാക്കി എല്ലാവർക്കും കറിയാണ് ഇഷ്ടം കേട്ടോ. അപ്പം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി, ചോറൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഇതാ ചേട്ടായിയും കുഞ്ഞാവയും കൂടെ അവർ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ സമയം ഡിസംബറിലൊക്കെ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്മൾ ലേറ്റ് ആയിട്ടൊന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ ഇത്. അപ്പം അവർ വർത്താനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ മാളു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം വന്ന ശേഷം നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു, സന്ദീപ്, മാളു, അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സമയമൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞാവ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തോരം പിടിച്ചിട്ട് അവൾ കരച്ചിൽ നിർത്തിയിട്ടില്ലായിരുന്നു. അപ്പം നല്ലപോലെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടായിയാണ് ആദ്യമേ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് വരും ചേട്ടായിയാണ് കട്ട് ചെയ്തത്.
അപ്പോൾ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്തത് കേട്ടോ. ഫുഡ് കഴിച്ചാലുള്ള വീഡിയോ ഒന്നും നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. കാരണം നമുക്കത് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ ചെറുതായിട്ടുള്ള ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചേട്ടായി തന്ന ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കുവാണ്. എനിക്കതൊരു ഹെഡ്സെറ്റ് ആയിരുന്നു, പിന്നെ ഒരു റിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് തന്നത്. അപ്പം എനിക്കത് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഒരു വൈറ്റ് കളറുള്ള ഒരു ഹെഡ്സെറ്റാണ് എനിക്ക് തന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എല്ലാം ഒന്ന് നോക്കുവാണ് കേട്ടോ. അപ്പം പിന്നെ സന്ദീപും ആളും കൂടെ തന്നത് ഒരു വാച്ചായിരുന്നു കേട്ടോ. ഒരു സ്മാർട്ട് വാച്ചായിരുന്നു അവർ തന്നത്. അതും അടിപൊളിയായിരുന്നു. കണ്ണാപ്പി കൊണ്ടുവന്നത് എനിക്കൊരു ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അതും എൻ്റെ ഫേവറേറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം അവൻ്റെ ഒരു ചോക്ലേറ്റും കൊണ്ട് തന്നു. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റെല്ലാം നമ്മൾ പൊട്ടിച്ച് എല്ലാം തുറന്ന് നോക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിങ്, പിന്നെ അവർ തന്നിട്ടുള്ള വാച്ചും ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്.